عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. മദ്രസാ പഠനം 7ഉം 10ഉം ഒക്കെ +2 ഒക്കെ പബ്ലിക് പരീക്ഷ നടക്കുന്ന സമയമാണ്. നമ്മുടെ കുട്ടികൾക്ക് വിജയം നൽകുമാറാകട്ടെ എന്ന് ദ്വാരക്കലോടൊപ്പം 7ാം ക്ലാസ് പഠിച്ച് മതിയാക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടുതലായി ശ്രദ്ധിക്കണം. 7ാം ക്ലാസ് പഠിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് 10ാം ക്ലാസ് വരെയും +2 വരെയും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ താല്പര്യം കാണിക്കണം. കുട്ടികളുടെ സൗകര്യത്തിന് വിടുക എന്നുള്ളത് അത് അത്ര ശരിയല്ല. കാരണം നാം കുട്ടികൾക്ക് പഠിപ്പിക്കൽ രക്ഷിതാക്കളായ നമുക്ക് നിർബന്ധമാണ്. കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്തിൽ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ കള്ളിന്റെയും കഞ്ചാവിന്റെയും സിനിമയുടെയും തെറ്റായ റൂട്ടിലേക്ക് പോയാൽ, അല്ലെങ്കിൽ വിദേഹത്തിന്റെ ആശയത്തിലേക്ക് പോയാൽ രക്ഷിതാക്കളായ നാം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ളത് അത് ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ്. ഖബറിലോ നാളെ മഹ്ശറിലോ അത് ഉപകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹിൽ ഇൽമ സഖലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. മതപരമായി ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എങ്കിൽ ഇന്ന് കൂടുതൽ ആളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് താല്പര്യപ്പെടുകയും അതുമായി ഉന്നതമായ ജോലി കരസ്ഥമാക്കണം എന്നുള്ള ദുനിയാവിന്റെ ചിന്ത മാത്രമാണ് കൂടുതൽ ആളുകളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, 7ാം ക്ലാസ് പഠിച്ചാൽ കുട്ടികൾക്ക് മതപരമായി നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും പഠിക്കാൻ സാധ്യമല്ല. ഖുർആൻ ഓതാനും മൗലിദ് ഓതാനും നിസ്കാരത്തിന്റെ മസലകളും നോമ്പിന്റെ മസലകളും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട മസലകളും പഠിക്കാൻ 7ാം ക്ലാസ് കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് 7ാം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് പിന്നീടും വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടി മാനേജ്മെന്റും മഹല്ല് കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും അവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഭരണത്തിനെ പറ്റി നാളെ പരലോകത്ത് ഹിസാബ് ചെയ്യപ്പെടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില മഹല്ലുകളിൽ ചില കാരണം പറയുന്നുണ്ട്, ഇവിടെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന മടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൽമിനെ മടക്കുന്ന ഒരുപാട് മഹല്ലുകൾ കാണാം. ഒരിക്കലും അത് ശരിയല്ല. എത്ര പ്രയാസമായാലും തന്നെ അതിനിക്ക് സൗകര്യപ്പെടുത്തി അതിനിക്ക് വേണ്ടുന്ന ഉസ്താദുമാരെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ആ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം. അതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും അങ്ങനെയാണ്. ബല്ലിഗ് അന്നി വലൗ ആയത്തൻ. എന്നെ തൊട്ട് പരിശുദ്ധ ഇസ്ലാമിനെയും ഹദീസിനെയും നിങ്ങൾ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് ഒരു ആയത്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിലും ശരിയെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അതുകൊണ്ട് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചേ തീരൂ. അതുപോലെ തന്നെ 10ാം ക്ലാസ് മതിയാക്കി പഠിച്ച് പാസ്സായതിന്റെ ശേഷം ആ മതപരമായ ധാർമ്മിക വിദ്യാഭ്യാസം നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്.
അവിടെയും +1 +2 വരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി അവർക്ക് കഴിയുന്ന പരമാവധി ദീനിയായ ചിട്ടകളും ദീനിയായ വിദ്യാഭ്യാസങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. അതിലാണ് ബർക്കത്തുള്ളത്. അതാണ് നാട്ടിന്റെ ഏറ്റവും വലിയ റഹ്മത്ത്. ഇൽമ പഠിപ്പിക്കുന്ന സദസ്സിലും ഇൽമ പഠിപ്പിക്കുന്ന മഹലിലും ഇൽമ പഠിക്കുന്ന പരിസരത്തിലും അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ കാലഘട്ടം വളരെ മോശമായ കാലഘട്ടമാണ്. വിദ്യാർത്ഥികാർ പുത്തനാശയക്കാർ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഖാദിയാനികളും നിരീശ്വരവാദികളും വർദ്ധിച്ച ഈ കാലഘട്ടത്തില് ഇവിടെ യൂട്യൂബിലുമൊക്കെ അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ പുത്തനാശയങ്ങളും വരുമ്പോ നമ്മുടെ കുട്ടികൾ അതിനെ കേട്ട് വഴിതെറ്റി പോകാൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസം വേണ്ടുന്നത് പോലെ പഠിപ്പിച്ചേ തീരൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സഹോദരന്മാരെ, 7ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ മദ്രസ പഠനം നിർത്തി പിന്നീട് പള്ളിയുമായി ബന്ധപ്പെടാത്തവ ഒരുപാട് കുട്ടികളുണ്ട്. പള്ളിയിലേക്ക് വരുന്നില്ല, പള്ളിയിൽ സ്വലാത്ത് നടക്കുമ്പോ വരുന്നില്ല, ഹദ്ദാദ് നടക്കുമ്പോ വരുന്നില്ല, തറാവീഹ് നിസ്കരിക്കാനില്ല, ഖുർആൻ ഓതാനില്ല. പഠിച്ചത് 10ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ +2 ആണ്. പള്ളിയുമായി ബന്ധമില്ലാതെ അങ്ങാടിയിൽ തിരിയുന്ന, അല്ലെങ്കിൽ കളിക്കളത്തിൽ തിരിയുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കുന്ന, നിസ്കാരവുമില്ല, പള്ളിയുമായി ബന്ധമില്ലാതെ നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഒരുപാട് ആളുകൾ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി പോകുന്നുണ്ട്. എവിടെയാണ് ഇവിടെ അബദ്ധങ്ങൾ സംഭവിച്ചത്? അതുകൊണ്ട് രക്ഷിതാക്കള്, അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ളവർ അത്തരം കുട്ടികളുടെ ധാർമ്മികമായി തന്നെ ചെറുപ്പത്തിൽ വളർത്തി അവരെ നല്ലതായ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുറു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് നിസ്കാരത്തിനെ കൽപ്പിക്കുക. 7 വയസ്സായാൽ 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക. ഇതൊരു നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെല്ലാം അങ്ങനെ തന്നെ. 7 വയസ്സ് മുതൽക്ക് തന്നെ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുകയും 10 വയസ്സ് വരെ അവരുടെ വാക്കുമുഖേന പറയുകയും 10 വയസ്സായതിന്റെ ശേഷം അത് ചെയ്തില്ലെങ്കിൽ അവരെ അടിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കർശനം. അങ്ങനെ പ്രായപൂർത്തിയാകുന്നത് വരെ അത് പരിശീലിപ്പിക്കണം. പ്രായപൂർത്തിയായതിന്റെ ശേഷം അവർ അത് ജീവിതത്തിൽ പിന്നീട് അത് പതിവാക്കി കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഈ കാര്യത്തിൽ മാനേജ്മെന്റും മഹല്ല് കമ്മിറ്റിയും അതുപോലെ തന്നെ രക്ഷിതാക്കളും വളരെയേറെ ശ്രദ്ധ പുലർത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അവർ പഠിച്ച കാര്യം ജീവിതത്തിൽ കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്, കോളേജ് പോകുന്ന കുട്ടികള്, 9ാം ക്ലാസ് കുട്ടികൾ, 10ാം ക്ലാസ് കുട്ടികൾ, അവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. 10 പഠിക്കുന്ന കുട്ടികൾക്ക് 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്ന കുട്ടികൾ ജുമാക്ക് വരാതെ ബജാറിൽ കളിക്കുന്ന, അല്ലെങ്കിൽ കോളേജിന്റെ കാമ്പൗണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന എത്രയോ കുട്ടികൾ നമുക്ക് കാണാം. അവർ ജുമാന്റെ ശ്രദ്ധയില്ല. ജുമാക്ക് സ്കൂളിൽ വിടുന്നു, പള്ളിയിലേക്ക് എത്തുന്നില്ല. അങ്ങനത്തെ ചെറുപ്പക്കാരുണ്ട്. നഊദുബില്ല. നാട്ടിന്റെ തറവാട്ടിൽപ്പെട്ട കുട്ടികളായിരിക്കാം, അതുപോലെ തന്നെ 10ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിച്ചു പോയ കുട്ടികളായിരിക്കാം. പക്ഷേ പള്ളിയിലേക്ക് വരുന്നില്ല, ളുഹ്ർ നിസ്കരിക്കുന്നില്ല, അസ്ർ നിസ്കരിക്കുന്നില്ല, മഗ്രിബ് നിസ്കരിക്കുന്നില്ല, ഇശാ സുബഹി ഒന്നും നിസ്കരിക്കാതെ ഇങ്ങനെ കന്നുകാലിയെ പോലെ കറങ്ങുന്ന കുട്ടികൾ. ഇവർക്കൊക്കെയും ഇസ്ലാമിക ബോധവൽക്കരണം നടത്തി അവരെ നന്മയിലേക്ക് കൊണ്ടുവരണം. ഇനി പരിശുദ്ധ ശഅബാൻ ബറാഅത്ത് നാള്, പുണ്യമേറിയ നാളുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റമദാൻ, പരിശുദ്ധ റമദാൻ. ആ റമദാനിനെ സ്വാഗതം ചെയ്യാൻ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്? തൗബ കൊണ്ടും തഖ്വ കൊണ്ടും സ്വാലിഹായ അമലുകളെ കൊണ്ടും സ്വാഗതം ചെയ്യാൻ പ്രഭു തആല നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ.